All of you, welcome to this video. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 10(23)(c). എന്താണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്? സർട്ടൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർ ഫണ്ട്സ് ഹൂസ് ഇൻകംസ് ആർ ഫുള്ളി എക്സംപ്റ്റഡ്. അപ്പോൾ ഏതൊക്കെ ട്രസ്റ്റിൻ്റെ ഇൻകംസ് ആണ് ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ വാട്ട് ഈസ് മെൻ ബൈ ട്രസ്റ്റ്, വാട്ട് ആർ ദി പാർട്ടീസ് ഓഫ് എ ട്രസ്റ്റ്, അതുപോലെ ക്രിയേഷൻ ഓഫ് ട്രസ്റ്റ്, ടൈപ്സ് ഓഫ് ട്രസ്റ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സെക്ഷനാണ് സ്പെസിഫിക് ആയിട്ട് നോക്കുന്നത്. സെക്ഷൻ 10 നിങ്ങൾക്കറിയാം, all the exempted incomes of income tax act, all the exempted incomes under this act is discussed in section 10. അപ്പോൾ സെക്ഷൻ 10 subsection 23(c) എന്താണ് നോക്കാം. The income of the following trust is fully exempted. ഏതൊക്കെയുണ്ട്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്. സെക്കൻഡ് വൺ പ്രൈം മിനിസ്റ്റേഴ്സ് ഫണ്ട് പ്രൊമോഷൻ ഓഫ് ഫോക്ക് ആർട്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് എയ്ഡ് ടു സ്റ്റുഡൻറ്റ് ഫണ്ട്സ്. പിന്നെ വരുന്നതാണ് ദ നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമണി, സ്വച്ഛ് ഭാരത് ഘോഷ്, ക്ലീൻ ഗംഗ ഫണ്ട്, ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് ഓർ ലഫ്റ്റനൻറ്റ് ഗവർണേഴ്സ് റിലീഫ് ഫണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ട് എന്താണ് നമ്മൾ ഈ പേര് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി പറയാൻ പോകുന്ന സെക്ഷൻസിനെല്ലാം കൂടെ ഞാൻ ഒന്ന് കട്ട് ഷോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഐറ്റംസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഏതൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത്. പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട് തൊട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് അല്ലെങ്കിൽ ലഫ്റ്റനൻറ്റ് ഗവർണേഴ്സ് റിലീഫ് ഫണ്ട്. അതുവരെയുള്ളത് നമ്മൾ പേര് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എനി യൂണിവേഴ്സിറ്റി ഓർ അതർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സിസ്റ്റിംഗ് solely for educational purposes and not for the purpose of profit and which is wholly or substantially financed by the government. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ദാറ്റ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിവേഴ്സിറ്റി ഓർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സിസ്റ്റിംഗ് പ്യുവർലി ഫോർ പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് പ്യുവർലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ആൻഡ് ദാറ്റ് ഈസ് wholly or substantially financed by the government. അതുപോലെ തന്നെ അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? എനി ഹോസ്പിറ്റൽ ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ for the reception and treatment of persons suffering from illness or mental defectiveness or for the reception and treatment of persons during their recovery and that is existing solely for philanthropic purposes and not for the purpose of profit which is wholly and substantially financed by the government. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത ഐറ്റംസ് കൂടാതെ വരുന്നതൊക്കെ ഒന്നെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ യൂണിവേഴ്സിറ്റിയാണ്, അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ ഹോസ്പിറ്റൽ ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫോർ ഫിലന്ത്രോപ്പിക് പർപ്പസ് നോട്ട് ഫോർ പ്രോഫിറ്റ്. അതുപോലെ യൂണിവേഴ്സിറ്റി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ് നോട്ട് ഫോർ ദ പ്രോഫിറ്റ്. ഇനി ഇതിന് രണ്ടിൻ്റെ അകത്തും കോമൺ ആയിട്ട് എന്താണ്? ദാറ്റ് ഈസ് ഹോളി ഓർ സബ്സ്റ്റാൻഷ്യലി ഫൈനാൻസ്ഡ് ബൈ ദി ഗവൺമെൻറ്. എന്ന് വെച്ചാൽ മോർ ദാൻ 50% ഓഫ് ദാറ്റ് ഫൈനാൻസ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി ഗവൺമെൻറ്. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ സബ്സ്റ്റാൻഷ്യലി ഫൈനാൻസ്ഡ് ബൈ ദി ഗവൺമെൻറ് എന്ന് പറയുന്നത്. ദ ഗവൺമെൻറ് ഗ്രാൻഡ് എക്സീഡ്സ് 50% ഓഫ് ദി ടോട്ടൽ റെസീപ്റ്റ്സ് ഇൻക്ലൂഡിംഗ് വോളണ്ടറി കോൺട്രിബ്യൂഷൻ ഓഫ് സച്ച് യൂണിവേഴ്സിറ്റി ഓർ ഹോസ്പിറ്റൽ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇതേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. ഹോസ്പിറ്റൽ ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ഈ ഗ്രീൻ കളറിലുള്ള എന്താണ് സെൻറ്റൻസസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹോളി ഓർ സബ്സ്റ്റാൻഷ്യലി ഫൈനാൻസ്ഡ് ബൈ ദി ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. രണ്ടിൻ്റെ അകത്തും കോമൺ ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്തും നമ്മൾ കോമൺ ആയിട്ടുള്ളതാണ് എന്ത്? ഒരേ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ യൂണിവേഴ്സിറ്റി എക്സിസ്റ്റിംഗ് സോൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ് ആൻഡ് നോട്ട് ഫോർ പ്രോഫിറ്റ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സിസ്റ്റിംഗ് ഫോർ ഫിലന്ത്രോപ്പിക് പർപ്പസ് നോട്ട് ഫോർ പ്രോഫിറ്റ്. അവിടെ നമ്മൾ ഹോളി ഓർ സബ്സ്റ്റാൻഷ്യലി ഫൈനാൻസ്ഡ് ബൈ ദി ഗവൺമെൻറ് ആണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പുറമെ ഇതേപോലെയുള്ള ഹോസ്പിറ്റൽസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് ഓർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് which are approved by the income tax department and the aggregate annual receipts of which do not exceed 1 crore rupees. എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസ് അതേപോലെ യൂണിവേഴ്സിറ്റീസ് ഓർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്
running for not for profit, running for philanthropic purpose or for educational purposes, wholly and substantially financed by the government, and those institutions which are approved by the income tax department is also eligible for this exemption under section 1023C. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ ഇൻകംസ് എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഇനി any other fund or institution for charitable purpose which is approved and is having importance throughout the country or any state or states. ഇതൊന്നും അല്ലാത്ത ഏതെങ്കിലും ഒരു ഫണ്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ that is for charitable purposes, അതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. that is for charitable purposes and that is approved by the department, that is approved by the എന്താണ് കമ്മീഷണർ ഓർ കമ്മീഷണർ, പ്രിൻസിപ്പൽ കമ്മീഷണർ ഓർ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. അതുപോലെ എനി ട്രസ്റ്റ് ഹോളി ഫോർ പബ്ലിക് റിലീജിയസ് പേർപ്പസ് ഓർ ചാരിറ്റബിൾ പേർപ്പസ് approved and the income of which is properly applied for the object for which it is established, അതിൻ്റെയും എന്താണ് ഇൻകം ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞ കുറച്ച് ഫണ്ട്സ് ഉണ്ട്. These different funds that you have to remember the names. ഓക്കെ, ഇത് കൂടാതെ വരുന്നതാണ് ഹോസ്പിറ്റൽസ് ഓർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആർ റണ്ണിങ് നോട്ട് ഫോർ ജനറേറ്റിംഗ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് അല്ല അവരുടെ പർപ്പസ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്, ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ഫിലന്ത്രോപ്പിക് പർപ്പസിനുള്ളതാണ്. ഇനി ഇതൊന്നും അല്ലാത്ത അത് ഒക്കെ എന്താവണം? ഒന്നെങ്കിൽ ഗവൺമെൻറ് ഫൈനാൻസ് ചെയ്തതാകണം, സബ്സ്റ്റാൻഷ്യലി ഫൈനാൻസ്ഡ് ബൈ ഗവൺമെൻറ് ആകണം, അതല്ലെങ്കിൽ ദാറ്റ് ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ദി ചീഫ് കമ്മീഷണർ ഓർ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഓർ സിംപ്ലി ദാറ്റ് ഈസ് ടു ബി അപ്രൂവ്ഡ് ബൈ ദി ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി ഇതൊന്നും അല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താണ്? അവരുടെ ഇൻകം എക്സംപ്റ്റഡ് ആണ്, പ്രൊവൈഡഡ് that is for charitable purpose and that is approved by the commissioner and is having importance throughout the country or state or states. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എ ട്രസ്റ്റ് ദാറ്റ് ഈസ് ഹോളി ഫോർ പബ്ലിക് റിലീജിയസ് പർപ്പസ് or charitable purpose that is also to be approved by the department. And അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെയുള്ള ട്രസ്റ്റ് എന്ത് ചെയ്യണം? ദ ഇൻകം ഷുഡ് ബി പ്രോപ്പർലി യൂസ്ഡ് ഫോർ ദാറ്റ് പർപ്പസ്. അപ്പോൾ നമ്മൾ ട്രസ്റ്റിൻ്റെ കേസിൽ ടാക്സേഷൻ്റെ ഒക്കെ കേസ് ആകുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും എങ്ങനെയൊക്കെയാണ് ഈ ഇൻകം അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യണം, എത്ര പെർസെൻറ്റേജ് അവർക്ക് അക്യുമുലേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്താണ് ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതിൽ ചാരിറ്റബിൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം നല്ല ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അതിൻ്റെ അകത്ത് വരിക. ചാരിറ്റബിൾ പർപ്പസ് എന്ന് പറയുന്നത് ദാറ്റ് ഇൻക്ലൂഡ്സ് റിലീഫ് ഓഫ് ദി പുവർ, എഡ്യൂക്കേഷൻ, യോഗ, മെഡിക്കൽ റിലീഫ്, പ്രിസർവേഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിംഗ് വാട്ടർഷെഡ്സ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, പ്രിസർവേഷൻ ഓഫ് മോണുമെൻറ്റ്സ് ഓർ places or objects of artistic or historic interest, and the advancement of any other object of general public utility. Which a promotion of sports and games is also a charitable purpose. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി any other object or general public utility shall not be a charitable purpose. ചാരിറ്റബിൾ പേർപ്പസിനുള്ള ട്രസ്റ്റൊക്കെ അപ്രൂവ്ഡ് ബൈ ദി കമ്മീഷണർ ആണ് എങ്കിൽ അതിൻ്റെയൊക്കെ ഇൻകം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ആ എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് ചാരിറ്റബിൾ ട്രസ്റ്റ് ആകണം, അതല്ലെങ്കിൽ അതെന്താകണം? ചാരിറ്റബിൾ ട്രസ്റ്റ് ആവണം, ദാറ്റ് ഈസ് ടു ബി അപ്രൂവ്ഡ് ബൈ ദി ഇൻകം ടാക്സ് കമ്മീഷണർ. ഇനി അതിൻ്റെ ഇൻകം എന്ത് ചെയ്യണം? പ്രോപ്പർലി അത് അപ്ലൈ ചെയ്യണം. എന്ന് വെച്ചാൽ 85% ഓഫ് ദ ഇൻകം ഓഫ് ദാറ്റ് ട്രസ്റ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ്. എന്താണോ അതിൻ്റെ പർപ്പസ്, എന്തിനുള്ള ട്രസ്റ്റാണോ ആ ട്രസ്റ്റ് എന്ത് ചെയ്യണം? അതിൻ്റെ പേർപ്പസിന്. ഇപ്പോൾ ഒരു 1 lakh ഇൻകം ഉള്ള ട്രസ്റ്റ് ആണെങ്കിൽ 85,000 ഷുഡ് ബി യൂസ്ഡ് ഫോർ ദാറ്റ് പേർപ്പസ് ഇൻ ദ ഇയർ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചാരിറ്റബിൾ പേർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വരിക. ഇനി ചാരിറ്റബിൾ പബ്ലിക് യൂട്ടിലിറ്റി തിങ്സ്
ചാരിറ്റബിൾ പേർപ്പസ് ആയിട്ട് നമ്മൾ എപ്പോൾ ട്രീറ്റ് ചെയ്യൂല? ഇഫ് ഇറ്റ് ഇൻവോൾവ്സ് ദ ക്യാരിയിങ് ഓൺ ഓഫ് എനി ആക്ടിവിറ്റി ഇൻ ദ നേച്ചർ ഓഫ് ട്രേഡ്, കോമേഴ്സ് ഓർ ബിസിനസ് ഓർ എനി ആക്ടിവിറ്റി റെൻഡറിങ് എനി സർവീസ് ഇൻ റിലേഷൻ ടു ട്രേഡ്, കോമേഴ്സ് ഓർ ബിസിനസ് ഫോർ എ ഫീസ് ഓർ സെസ് ഓർ എനി അതർ കൺസിഡറേഷൻ. ഇനി എപ്പോഴാണ് അങ്ങനെയുള്ള ട്രേഡ്, കോമേഴ്സ് ആക്ടിവിറ്റീസിനെ നമ്മൾ ചാരിറ്റബിൾ ആക്ടിവിറ്റീസായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക, എപ്പോഴാണ് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നോക്കാം. ഇനി ഇങ്ങനെയുള്ള കോമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസ് ഇഫ് ദാറ്റ് ഈസ് ഇൻസിഡൻ്റൽ ടു ദി ഓബ്ജക്റ്റ് ഓഫ് ദി ട്രസ്റ്റ് ആൻഡ് ദ റെസീറ്റ് ഫ്രം വിച്ച് ഈസ് നോട്ട് എക്സീഡിങ് 20% ഓഫ് ടോട്ടൽ റെസീറ്റ്. ഇപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, അതായത് മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ദി ട്രസ്റ്റിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ട്രേഡോ അതല്ലെങ്കിൽ നേച്ചർ ഓഫ് ട്രേഡ്, കോമേഴ്സ് ഓർ ബിസിനസ് ഓർ ആക്ടിവിറ്റി ഓഫ് റെൻഡറിങ് എനി സർവീസ് ഇൻ റിലേഷൻ ടു ദാറ്റ് ട്രേഡ്, കോമേഴ്സ് ഓർ ബിസിനസ് എറേസ് ചെയ്യാണ് ഫോർ വിച്ച് ദ ട്രസ്റ്റ് ഈസ് ചാർജിങ് സം എമൗണ്ട് ഓഫ് മണി ഫീസ് ഫോർ ദാറ്റ്. അങ്ങനെയുള്ളത് ജനറൽ പബ്ലിക് യൂട്ടിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുക എപ്പോഴാണ്? നമ്മളത് ഈ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ട്രസ്റ്റിൻ്റെ അതിൻ്റെ കൂടെ തന്നെ റൺ ചെയ്യുന്ന ഒരു സൈഡായിട്ടുള്ളൊരു ആക്ടിവിറ്റി ആണ് എങ്കിൽ അതിനെ ജനറൽ പബ്ലിക് യൂട്ടിലിറ്റീൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് 20% ടോട്ടൽ റെസീറ്റ് ഓഫ് ദി ട്രസ്റ്റ്, ടോട്ടൽ റിസീവ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 20% എക്സീഡ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇൻസിഡൻ്റൽ ടു ദി ഓബ്ജക്റ്റ് ഓഫ് ദി ട്രസ്റ്റ് ആൻഡ് ദാറ്റ് ഈസ് നോട്ട് എക്സീഡിങ് 20% ഓഫ് ടോട്ടൽ റെസീറ്റ്, ദെൻ ദാറ്റ് ഈസ് ഓൾസോ ട്രീറ്റഡ് ആസ് ചാരിറ്റബിൾ പേർപ്പസസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അതിനെ ചാരിറ്റബിൾ പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് ആയിട്ട് അതിനെ കൗണ്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അതിനെ ചാരിറ്റബിൾ പേർപ്പസ് ആയിട്ട് കൗണ്ട് ചെയ്യും. പക്ഷേ അത് ഇൻസിഡൻ്റൽ ടു ദി ഓബ്ജക്റ്റ് ഓഫ് ദി ട്രസ്റ്റ് അല്ല, ട്രസ്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓബ്ജക്റ്റായിട്ട് ഒരു റിലേഷനും ഇല്ലാത്തൊരു ആക്ടിവിറ്റിയാണ് റൺ ചെയ്യുന്നത്, അതിനാണ് സർവീസ് ചാർജ് ചെയ്യുന്നത് എങ്കിൽ അതെന്തല്ല, ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എക്സംഷൻ കിട്ടുന്ന പോലെ അതിന് കിട്ടില്ല. അതുപോലെ തന്നെ 20% ടോട്ടൽ റെസീറ്റിൻ്റെ 20% എക്സീഡ് ചെയ്യുന്ന എമൗണ്ട് ആണെങ്കിൽ അതിനും കിട്ടില്ല. ഇനി റിലീജിയസ് പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലീജിയസ് പർപ്പസ് ഇൻക്ലൂഡ് ദ അഡ്വാൻസ്മെൻറ്റ്, സപ്പോർട്ട് ഓർ പ്രോപ്പഗേഷൻ ഓഫ് എനി റിലീജിയൻ ആൻഡ് ഇറ്റ്സ് ഡോക്ട്രിൻസ് ആൻഡ് ഇൻ ദ ഐ ഓഫ് ലോ ഓൾ ദ റിലീജിയൻസ് ആർ ഈക്വൽ. ഓക്കെ, അതർ ലീഗൽ ഓബ്ലിഗേഷൻ എന്നുള്ളതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നോക്കാം. ദ വേർഡ് ട്രസ്റ്റ് ആസ് യൂസ്ഡ് ഇൻ സെക്ഷൻ 11 to 13 ഓഫ് ദി ആക്ട് ഇൻക്ലൂഡ്സ് എനി അതർ ലീഗൽ ഓബ്ലിഗേഷൻസ്. അപ്പോൾ നമ്മൾ ട്രസ്റ്റിൻ്റെ ഡെഫിനിഷൻ പറയുന്ന സമയത്തൊക്കെ എനി അതർ ലീഗൽ ഓബ്ലിഗേഷൻ എന്നുള്ളൊരു ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അതെന്താണ് അതർ ലീഗൽ ഓബ്ലിഗേഷൻ എന്നുള്ളത് ആക്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷേ എന്തൊക്കെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്? മുസ്ലിം വഖഫ്, ഹിന്ദു എൻഡോമെൻറ്റ്സ്, എമാക്ട്, dedication to a deity, property held by the manager of Gurudwara, where the trustees of settlement are to pay income to other trustees who in their turn are bound to apply it for the purpose which are religious or charitable etc. are coming under this word, the term other legal obligations. അത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ടോപ്പിക്സ്. നമ്മളിതിൽ ഡിസ്കസ് ചെയ്തത് സെക്ഷൻ 10 ഏതൊക്കെ ട്രസ്റ്റിൻ്റെ ഇൻകംസ് ആണ് എക്സംപ്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഐറ്റംസ് നമ്മൾ പേര് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ. പിന്നെ വരുന്നത് ഹോസ്പിറ്റൽസ്, അതുപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കേസിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ആവണം. അതുപോലെ തന്നെ ഹോളി ഓർ സബ്സ്റ്റാൻഷ്യലി ഫൈനാൻസ്ഡ് ബൈ ദി ഗവൺമെൻറ്, അതല്ലെങ്കിൽ അപ്രൂവ്ഡ് ബൈ ദി കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. ഇനി ഇതൊന്നും അല്ലാത്ത ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പബ്ലിക് റിലീജിയസ് പേർപ്പസ് ആണ് എങ്കിലും, അതുപോലെ തന്നെ എനി അതർ ഹോസ്പിറ്റൽസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആർ അപ്രൂവ്ഡ് ബൈ ദി കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആണ് എങ്കിലും, അതൊക്കെ ആ കേസിലൊക്കെ അങ്ങനെയുള്ള ട്രസ്റ്റിൻ്റെയൊക്കെ ഇൻകംസ് എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഓക്കെ.